ഇരുമ്പം പുളി അഥവാ ചെമ്മിപ്പുളി എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്. ഇന്ന് നമുക്കിതിട്ട് ഒരു ചെമ്മീൻ കറി വെച്ചാലോ? സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു. ഇപ്പൊ ഇത് അത്ര അങ്ങോട്ട് കഴിക്കാറില്ല. എന്നാലും ഇന്ന് ഞാനൊന്ന് കഴിച്ചു നോക്കിട്ടോ. പുളി ആരെങ്കിലും കഴിക്കുന്നത് കണ്ടാൽ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരുമെന്നാണല്ലോ. നിങ്ങളുടെ ആരുടെയെങ്കിലും വായിൽ ഇപ്പൊ വെള്ളം വന്നോ? നമുക്ക് കുറച്ച് ചെമ്മീനുണ്ട്, വേഗം അത് വൃത്തിയാക്കി എടുക്കാം. ചെമ്മീന്റെ വേസ്റ്റ് പുറത്തു കൊണ്ട് കളഞ്ഞില്ലെങ്കിൽ അടുക്കള ആകെ നാറും. ചെമ്മീൻ പൊളിച്ചിട്ടാണെങ്കിൽ ഞാൻ ആകെ നാറ് നിൽക്കുകയാണ്. എന്തായാലും ഇവിടെ നിറയെ പണിയുണ്ട്, ഇതെല്ലാം തീർത്തിട്ടൊന്ന് കുളിക്കാന്ന് കരുതി. തേങ്ങ പൊട്ടിക്കുമ്പോൾ വെള്ളം കളയാതെ വെള്ളം കുടിക്കുക തന്നെ ചെയ്യണം കേട്ടോ. ചട്ടി കഴുകി നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ലേശം ഉലുവയും ലേശം കടുകും ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഞാൻ ദാ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് തിളയ്ക്കാനിരിക്കുന്ന സമയത്ത് സൈഡിലുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കാം. കറി ഇതാ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പുളി ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ഞാനൊരു 4 കഷ്ണം പുളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതവിടെ ഇരുന്ന് മെല്ലെ തിളക്കട്ടെ. ബാക്കി പാത്രങ്ങളും കൂടെ ഞാൻ കഴുകി ഒതുക്കട്ടെ. കാര്യങ്ങൾ സടപടയെന്ന് തീർത്തിട്ട് വേണം എനിക്ക് എന്റെ ജോലിക്ക് കയറാനുള്ളത്. അപ്പൊ നമ്മുടെ അരപ്പും പുളിയും എല്ലാം കൂടെ നല്ല തിളച്ച് വരുന്നുണ്ട്. നമുക്കിതാ കുറച്ച് കൊഞ്ചാനുള്ളത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കറി തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എനിക്കിവിടെ മുറ്റത്ത് പോയി എടുക്കാനുള്ള ഒരു മടി കൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറി നല്ല സൂപ്പർ ആകും. അപ്പൊ ദാ ഇതൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത്.